ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കേരള PSC HSST സോഷ്യോളജിയുടെ കോച്ചിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ബേസിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയിലെ അപ്രോച്ചസ് ഇൻ സ്റ്റഡിയിങ് ഇന്ത്യൻ സൊസൈറ്റി, അതിൽ ഫസ്റ്റ് വരുന്ന തിയറിസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻഡോളജിക്കൽ ടെക്സ്ച്വൽ പെർസ്പെക്റ്റീവിലെ ഫസ്റ്റ് തിയറിസ്റ്റ് ആയിട്ടുള്ള GS ഗുരയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒരു ഇലാബറേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല, എല്ലാം കൂടെ ചുരുക്കിയിട്ട് ചില സ്ലൈഡ്സിൽ ഒതുക്കിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഒരു ക്രാഷ് കോഴ്സ് ആയിട്ടാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആവശ്യം. കാരണം MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം വളരെ വിശാലമായിട്ടുള്ളൊരു ക്ലാസ്സിനേക്കാളും നിങ്ങൾക്ക് ഉപകരിക്കുക ഇത്തരത്തിലുള്ള ഒരു നട്ട്ഷെൽ ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, ലെറ്റ് us begin with GS ഗുരെ. ലൈഫ് പീരീഡ് ഓഫ് GS ഗുരെ എന്ന് പറയുന്നത് 1893 മുതൽ 1983 വരെയാണ്. ആൻഡ് ഹി ഹാസ് ഗോട്ട് സം നിക് നെയിംസ്. അദ്ദേഹത്തിന് കുറച്ച് അപരനാമങ്ങളുണ്ട്. ആസ് വി ഓൾ നോ, ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി, ദാറ്റ് ഇസ് GS ഗുരെ. അതുപോലെ തന്നെ ഡോയൻ ഓഫ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, സിംബൽ ഓഫ് സോഷ്യോളജിക്കൽ ക്രിയേറ്റീവ്നെസ്, ഇങ്ങനെ രണ്ട് പേരിലും അറിയപ്പെടുന്നത് GS ഗുരെയാണ്. അദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു ലഘു വിവരണമാണ് ഇനി. ഹീ ഈസ് എ ഫസ്റ്റ് ജനറേഷൻ Indian sociologist and he led all the other Indian sociologists. Okay, he was born in Maharashtra in a Brahmin family and he was interested in Sanskrit. MA Englishum MA Sanskritumana അദ്ദേഹം പഠിച്ചത്. Finally he came to sociology with his this type of background in Sanskrit, which was influenced later Gure's own writing and the course of research made in the field of sociology under his leadership. Okay, so ഇതാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ളൊരു ലഘു വിവരണം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ആ ഏരിയയിൽ നിന്ന് ആവശ്യമുള്ളൂ, ജസ്റ്റ് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സിനെ പറ്റിയിട്ടാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു എസ്സേ എഴുതിയിട്ടുള്ളതാണ്, ബോംബെ ആസ് ആൻ ഏർബൻ സെൻറ്റർ. ഓക്കെ, ഇത് പാട്രിക് ഗിഡൻസിനാണ് അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അദ്ദേഹത്തിന് ഒരു ഫോറിൻ സ്കോളർഷിപ്പിന് എലിജിബിൾ ആക്കുന്നതും. അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ 1923 PhD സ്കോളറായിട്ട് അദ്ദേഹം അവിടെ ചേരുന്നതിനും ഇടയാക്കിയിട്ടുള്ളൊരു സംഭവമാണിത്, ബോംബെ ആസ് എൻ ഏർബൻ സെൻറ്റർ. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ PhD അദ്ദേഹം ഗൈഡ്ഷിപ്പിൽ AC ഹാഡൻ എന്ന് പറയുന്ന സ്കോളറുടെ ടീച്ചറുടെ ഗൈഡ്ഷിപ്പിലാണ് അദ്ദേഹം അത് പൂർത്തീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ PhD തീസിസാണ് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ. ഓക്കെ, caste and race in India. Then he joined Bombay University in 1919. 1919 അദ്ദേഹം ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, in 1924 he became head of Bombay University Sociology Department and he retired on 1959. Okay, എല്ലാ സെക്കൻഡ് ജനറേഷൻ സോഷ്യോളജിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. എക്സ്പെഷ്യലി MN ശ്രീനിവാസ്, KM കപാഡിയ, ഐരാവതി കാർവെ, AR ദേശായ്, MSA റാവു, ഇവരെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് ആയിരുന്നു. ഓക്കെ, ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അതുപോലെ സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ എന്ന് പറയുന്ന ജേർണലും സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹമാണ്. ഓക്കെ, സോ ഇറ്റ് വാസ് ഇൻ 1952 ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി രൂപീകരിക്കപ്പെടുന്നത് 1952. ഇത് പറയുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്, ഇന്ത്യൻ ജേർണൽ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ഫസ്റ്റത്തെ ജേർണൽ 1920 ആൽബൻ G വിഡിഗ്രി എന്ന് പറയുന്ന ബറോഡ കോളേജിലെ ഒരു പ്രൊഫസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യൻ ജേർണൽ ഓഫ് സോഷ്യോളജി 1920 ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യോളജിക്കൽ ജേർണൽ. അല്ലാതെ ഗുരെ തുടങ്ങിയിട്ടുള്ള സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ അല്ല. ഓക്കെ, സോ
don't get confused with that. The first sociological journal in India is the Indian Journal of Sociology in 1920. It was started by Alban G. W. Okay. Now let us come back to Gure. അദ്ദേഹത്തിൻ്റെ തിയറട്ടിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ മെത്തഡോളജി എന്ന് പറയുന്നത് ഹി യൂട്ടിലൈസ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ extensively quoted from Vedas, Shastras, epics, etc. in sociological studies. അദ്ദേഹം സോഷ്യോളജിക്കൽ സ്റ്റഡി അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തത് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറും അതുപോലെ തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും ഒക്കെയാണ്. ഹിസ് റൈറ്റിംഗ് ഹാസ് ബീൻ ഗാദേർഡ് ഫ്രം all sources: literary, historical, archaeological, sculptures, paintings, iconography, that is study of statues. Okay, അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അറിവ് ഗ്യാദർ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം അറിവ് നേടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എല്ലാം തന്നെ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ മെത്തഡോളജി. ഇതിനെയാണ് ഇൻഡോളജിക്കൽ ടെക്സ്ച്വൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ, കുറച്ചധികം പുസ്തകങ്ങളുണ്ട്. ഒരു 18ഓളം ബുക്സ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് യൂഷ്വലി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുകൊണ്ട് ഈ മുഴുവൻ പുസ്തകങ്ങളെ പറ്റിയിട്ടും ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഇലാബറേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയും നടത്തണം. ഓക്കെ, അപ്പോൾ 18 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ഇൻ 1932. Then Culture and Society in 1947, Indian Sadhus in 1953, Bharatnatyam and its costumes in 1958, Family and Kin in Indo-European Culture in 1955, Cities and Civilization in 1962, Gods and Men in 1962, Anatomy of a Rural Urban Community in 1962. Scheduled Tribes, first published as Aborigines So-Called and Their Future in 1943. ആദ്യമായിട്ട് the Aborigines So-Called and Their Future എന്ന് പറയുന്ന ഒരു പുസ്തകമായിട്ടാണ് 1943 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പിന്നീട് അതിൻ്റെ പേര് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് മാറ്റുകയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് റിലീജിയസ് കോൺഷ്യസ്നെസ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1965. നെക്സ്റ്റ് ഇസ് ഇന്ത്യൻ കോസ്റ്റ്യൂം ഇൻ 1966. Social Tensions in India in 1968, I and Other Explorations in 1973, Wither India in 1974, Indian Acculturation in 1977. Next is Vedic India. It was written in 1979. Next is Bringing Cauldron of Northeast India in 1980. The last one is The Legacy of Ramayana. അതിൻ്റെ ഒരു വർഷം എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ബുക്സ് റിട്ടൺ ബൈ GS ഗുരെ. ഇനി നമുക്ക് ഓരോ പുസ്തകങ്ങളായിട്ട് ഒന്ന് വിലയിരുത്താം. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, അദ്ദേഹം അതിൽ കൊണ്ടുവന്നിരിക്കുന്ന ആശയങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്ന ആശയം അദ്ദേഹം ഏത് പുസ്തകത്തിലാണ് പ്രധാനമായിട്ടും കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 1932 രചിക്കപ്പെട്ടിട്ടുള്ള പുസ്തകത്തിലാണ് കാസ്റ്റിനെ പറ്റിയിട്ടും കിൻഷിപ്പിനെ പറ്റിയിട്ടും അദ്ദേഹം കൂടുതലായിട്ട് പഠിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, historical, anthropological and sociological perspective to understand caste and kinship system in India. അതായിരുന്നു കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം ഹിസ്റ്റോറിക്കലായിട്ടും ആന്ത്രപ്പോളജിക്കലായിട്ടും സോഷ്യോളജിക്കലായിട്ടും കാസ്റ്റിനെ കുറിച്ചും റേസിനെ കുറിച്ചും കിൻഷിപ്പിനെ കുറിച്ചുമൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളിൽ. അതിൻ്റെ നമ്മുടെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് അദ്ദേഹം ഒരുപാട് ഫീച്ചേഴ്സ് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സെഗ്മെൻ്റൽ ഡിവിഷൻ, ദാറ്റ് ഇസ് ഖണ്ഡവിഭജനം എന്ന് പറയും. നെക്സ്റ്റ് ഇസ് ഹൈറാർക്കി, പൊല്യൂഷൻ ആൻഡ് പ്യൂരിറ്റി,
സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. നെക്സ്റ്റ് ലാക്ക് ഓഫ് ചോയ്സ് ഓഫ് ഒക്യുപ്പേഷൻ, റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്, അതായത് എൻഡോഗമി. ഇത്തരം മെയിൻ ഫീച്ചേഴ്സ് ഉള്ള ഒന്നാണ് കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അദ്ദേഹം ട്രൈബ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. He discussed generally and also specifically about tribes. ട്രൈബ്സിനെ കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം ട്രൈബിനെ പറ്റിയിട്ടും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. കോലീസ് ഇൻ മഹാരാഷ്ട്ര വാസ് അണ്ടർടേക്കൻ ഫോർ സ്റ്റഡി. മഹാരാഷ്ട്രയിലെ കോലി വിഭാഗത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം ഇതിൻ്റെ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട്. ആദിവാസീസ് ആർ ഹിന്ദുവൈസ്ഡ് after a long period of contact with Hindus. It is futile to research for the separate identity of the tribes. Therefore, he called Adivasi as backward caste Hindus. Okay, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു നിഗമനത്തിൽ ആദിവാസികൾ എന്ന് പറയുന്നത് ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുൻപേ തന്നെ ഹിന്ദുവൈസ്ഡ് ചെയ്തിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അതായത് കുറേ അധികം കാലം ഹിന്ദുസുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൻ്റെ ഫലമായിട്ട് അവർ ഹിന്ദുവൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആദിവാസീസിന് ബാക്ക്വേർഡ് കാസ്റ്റ് ഹിന്ദുസ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അപ്പം ഇതൊരു പോയിൻ്റാണ്. ബാക്ക്വേർഡ് കാസ്റ്റ് ഹിന്ദുസ് എന്ന് ട്രൈബ്സിനെ അഭിസംബോധന ചെയ്തത് ആര്? ഓക്കെ, the imperfect integration with Hindu society leads them to their backwardness. അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഹിന്ദു സൊസൈറ്റിയോടുള്ള അവരുടെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ ഇംപെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് പൂർണ്ണത ഇല്ലാത്തത് ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ബാക്ക്വേർഡായിട്ട് റിമെയിൻ ചെയ്തതും. ട്രൈബ്സ് ഷുഡ് ബി എസിമിലേറ്റഡ് ടു ഹിന്ദു കാസ്റ്റ് എന്നുള്ളൊരു അഭിപ്രായം കൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റൂറൽ ഏർബനൈസേഷനാണ്. റർബനൈസേഷൻ എന്നാണ് അദ്ദേഹം അതിനെ ചുരുക്കപ്പേരായിട്ട് വിളിക്കുന്നത്, റർബനൈസേഷൻ. ഓക്കെ, റർബനൈസേഷൻ എന്ന് പറയുന്ന ആശയത്തിന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് urban ലൈഫ് സൈമൾട്ടേനിയസ്ലി വിത്ത് നേച്ചേഴ്സ് ഗ്രീനറി. അതായത് ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നഗരവൽക്കരണത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഒരു നഗരം അല്ലെങ്കിൽ നഗരവൽക്കരണം ഉണ്ടാവുന്നത് ഒരിക്കലും ഇൻഡസ്ട്രിയലൈസേഷൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗം കൊണ്ട് മാത്രമല്ല എന്നാണ്. Urbanization in India was not a simple function of industrial growth, started from within the rural area itself. He tracked Sanskrit terms and documents to illustrate the growth of urban centers. അദ്ദേഹം നമ്മുടെ രാജ്യത്തിൽ urban centers ഡെവലപ്പ് ചെയ്യാനുണ്ടായ കാരണത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞത് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളാണ്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എത്തുന്നൊരു കൺക്ലൂഷൻ, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് urban centers ഉണ്ടായത് എന്നതിന് ഒരു വിശദീകരണം അദ്ദേഹം കൊടുക്കുന്നത് ഒരു സൈക്ലിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്കാണ്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ gives more markets, gives the exchange of surplus in food grains, leads to development of markets, township, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോ ഓൺ. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള, ഞാൻ നേരത്തെ സൈക്ലിക് എന്ന് പറഞ്ഞു, തെറ്റാണ്, സൈക്ലിക് അല്ല, അത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റിലൂടെയാണ് ആക്ച്വലി നമ്മുടെ രാജ്യത്ത് മിക്ക ഏർബൻ സെൻറ്റേഴ്സും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഓക്കെ, അല്ലാതെ ഒറ്റയടിക്ക് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ടൗൺസ് ഏർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നതല്ല എന്നാണ് ഗുരു അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പല ടേംസും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടേമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇൻഡിജിനസ് സോഴ്സസ് ഓഫ് അർബാനിസം
urban way of life എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അതുപോലെ വില്ലേജ് എക്കണോമി ടു മെട്രോപൊളിറ്റൻ എക്കണോമി, അതിൻ്റെ ഒരു സ്റ്റോറിയാണ് അദ്ദേഹം വിവരിക്കുന്നത്. ലാർജ് സിറ്റീസിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് ബിഗ് കോംപ്ലക്സസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, റിസർച്ച്, ജുഡീഷ്യറി, ഹെൽത്ത് സർവീസസ്, പ്രിൻറ്റ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മീഡിയ എന്നാണ്. ഓക്കെ. An urban planner must focus the problem of sufficient supply of drinking water, human congestions, traffic congestion, regulation of public vehicles, insufficiency of railway transportation, ഇറോഷൻ ഓഫ് ട്രീസ്, സൗണ്ട് പൊല്യൂഷൻ എക്സെട്ര. അപ്പോൾ അദ്ദേഹം ഒരു ഏർബൻ സെൻറ്റർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നും കൂടെ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു ഏർബൻ പ്ലാനർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ ജനങ്ങൾക്ക് നല്ല വെള്ളം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ജനപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ഉണ്ടാക്കുക, അങ്ങനെ നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളും കൂടെ അദ്ദേഹം ഈ ഒരു റൂറൽ urbanization എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇസ് അബൌട്ട് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. Culture is related to the realm of values. He had strong faith in the power of man to preserve best of his old culture while creating from his own spirit of new culture. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ അടങ്ങുന്നൊരു മേഖലയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യന് ഇൻബോൺ ആയിട്ടുള്ളൊരു ക്വാളിറ്റി, ഒരു എബിലിറ്റി ഉണ്ട് ടു പ്രിസർവ് ഹിസ് ഓൺ കൾച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി കോൾഡ് പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഹിന്ദു സിവിലൈസേഷൻ കോംപ്ലെക്സ് സിവിലൈസേഷൻ. അപ്പം ഹിന്ദു സിവിലൈസേഷൻ്റെ ഒറിജിനെ പറ്റിയിട്ട് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് സിവിലൈസേഷൻ എന്നാണ്. ഇതൊക്കെ ചോദ്യങ്ങളായി മാറാവുന്ന പോയിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പം കോംപ്ലെക്സ് സിവിലൈസേഷൻ എന്ന് ഹിന്ദു സിവിലൈസേഷനെ വിളിച്ചത് നമ്മുടെ ഗുരയാണ്. ഓക്കെ. ദ പ്രോസസ് ഓഫ് എക്കൾച്ചറേഷൻ, acquire the elements of other culture, the values is the foundation of culture. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് മറ്റുള്ള കൾച്ചറിൽ നിന്നും എലിമെൻറ്റ്സ് എക്വയർ ചെയ്യുന്ന പ്രോസസ്സാണ് എക്കൾച്ചറേഷൻ എന്നാണ് ഗുരേ പറയുന്നത്. അതുപോലെ തന്നെ കൾച്ചറിൻ്റെ ഫൗണ്ടേഷൻ വാല്യൂസ് ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഓക്കെ. പ്രധാനമായിട്ടും 5 വാല്യൂസ് ആണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. That is religious consciousness, conscience, justice, free pursuit of knowledge and free expression, toleration. ഇങ്ങനെ 5 വാല്യൂസ് ആണ് ഗുരയുടെ അഭിപ്രായത്തിൽ കൾച്ചറിന് ഉള്ളത്. ഓക്കെ. Therefore, civilization is the sum total of social heritage എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ വളരെ ചുരുക്കിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. BS നഗ്ലയുടെ പുസ്തകമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റെഫറൻസ് ആയിട്ട്. അപ്പം അതിൽ ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും ചുരുക്കി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. സോ ഇലാബറേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് ഒക്കെ വേണ്ടവർക്ക് ആ പുസ്തകമൊക്കെ, അതുപോലെ തന്നെ ശങ്കർ റാവുവിൻ്റെ ബുക്ക് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് us മൂവ് ഓൺ. അടുത്തത് സോഷ്യോളജി ഓഫ് റിലീജിയനെ കുറിച്ച്, സോഷ്യോളജി ഓഫ് റിലീജിയനെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. Religion is fundamental to man. Religion is at the center of total cultured heritage of man. അപ്പം റിലീജിയനെയാണ് അദ്ദേഹം ടോട്ടൽ കൾച്ചർ ഹെറിറ്റേജിൻ്റെ സെൻറ്ററായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ. റിലീജിയസ് കോൺഷ്യസ്നെസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഓഫ് 5 ഫൗണ്ടേഷൻസ് ഓഫ് കൾച്ചർ. ഹി റോട്ട് 6 ബുക്സ് ഓൺ റിലീജിയൻ. പ്രധാനമായിട്ട് 6 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട് ഈ ഒരു റിലീജിയനെ സംബന്ധിച്ചിടത്തോളം. ഫസ്റ്റ് വൺ ഇസ് ഇന്ത്യൻ സാധൂസ്, ഗോഡ്സ് ആൻഡ് മെൻ, അത് നേരത്തെ പറഞ്ഞിട്ടില്ലാത്ത പുസ്തകമാണ് കേട്ടോ. അതുപോലെ റിലീജിയസ് കോൺഷ്യസ്നെസ്, ഇന്ത്യൻ അക്കൾച്ചറേഷൻ, വേദിക് ഇന്ത്യ, ലെഗസി ഓഫ് രാമായണ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എഴുതുന്നത് ഈ ഒരു റിലീജിയനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നോക്കാം. ഫസ്റ്റ് വൺ ഇസ്
Indian sadhus. Excellent sociography, various sects and religious centers established by the great Vedantic philosopher Shankaracharya and other notable religious figures. അപ്പം പ്രധാനമായിട്ടും ശങ്കരാചാര്യരെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇന്ത്യൻ സാധൂസ്. ശങ്കരാചാര്യരെ കുറിച്ച് മാത്രമല്ല, മറ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള റിലീജിയസ് ഫിഗേഴ്സിനെ പറ്റിയിട്ടും അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അതുകൂടാതെ അവരെങ്ങനെയാണ് എന്താ പറയുന്നത് റിലീജിയസ് സെൻറ്റേഴ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ദീർഘമായിട്ടുള്ളൊരു വിവരണം അതിലുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് പാരഡോക്സിയൽ നേച്ചർ ഓഫ് റിനൗൺസിയേഷൻ, അതായത് സർവ്വസംഘ പരിത്യാഗികളായിട്ടാണല്ലോ അവർ വീട് വിട്ടിറങ്ങുന്നത് അല്ലെങ്കിൽ ജീവിതം ഹോമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാരഡോക്സിയൽ നേച്ചറിനെ പറ്റിയിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നു. സാധു or sannyasi is supposed to be detached from all caste norms and social conventions outside the place of society. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തരം കാസ്റ്റ് നോംസിനെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരു ആൾ സാധു അല്ലെങ്കിൽ സന്യാസിയായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ദേ ഹാവ് ആക്റ്റഡ് ആസ് ആർബിറ്റേഴ്സ് ഓഫ് റിലീജിയസ് ഡിസ്പ്യൂട്ട്സ് പാട്രണൈസ്ഡ്. അപ്പം റിലീജിയസ് ആയിട്ടുള്ള തർക്കങ്ങളിലൊക്കെ ഒരു മധ്യവർത്തിയായിട്ടോ അല്ലെങ്കിൽ അത് തർക്ക പരിഹാരകനായിട്ടോ ഒക്കെയാണ് ഇവർ വർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ലേണിംഗ് ഓഫ് സ്ക്രിപ്ചേഴ്സ് ആൻഡ് ദ സേക്രഡ് ലോർ, അവർ പ്രധാനമായിട്ടും പുസ്തകങ്ങൾ അല്ലെങ്കിൽ വേദങ്ങൾ വായിക്കുകയും വേദങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങൾ വിദ്യകൾ ഒക്കെ സീക്രട്ടായിട്ടുള്ള ഇത്തരം സിദ്ധാന്തങ്ങളും കാര്യങ്ങളും ഒക്കെ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ബിലോങ് ടു മൊണാസ്റ്റിക് ഓർഡേഴ്സ് ആൻഡ് ഹാവ് ഡിസ്റ്റിങ്റ്റീവ് ട്രഡീഷൻസ്. അപ്പം അവർ ഒരു സന്യാസ മഠവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ മഠങ്ങൾക്ക് വളരെയധികം ബൃഹത്തായിട്ടുള്ളൊരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ ഇന്ത്യൻ സാധൂസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം നറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യൻ സാധൂസിനെ പറ്റി ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന ആശയം എന്ന് പറയുന്നത് നാഷണൽ യൂണിറ്റിയെക്കുറിച്ചും ഇൻ്റഗ്രേഷനെക്കുറിച്ചുമാണ്. നാഷണൽ യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രേഷൻ. He had interest in contemporary Indian situation. Okay, national unity of India and contemporary challenges ആണ് ഇദ്ദേഹം ഇതിൽ വിവരിക്കുന്നത്. Caste and race in India, the aborigines so called and their future, social tensions in India, whether India recreates democracy. It was written in 1978. നേരത്തെ പറയാത്ത പുസ്തകങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം നാഷണൽ യൂണിറ്റിയെക്കുറിച്ചും ഇൻ്റഗ്രേഷനെ കുറിച്ചും വാചാലനാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ പുസ്തകങ്ങളിലാണ് അദ്ദേഹം എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നും കൂടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക അത്യാവശ്യമാണ്. ഓക്കെ, നമ്മൾ MCQ ഒക്കെ ഇനി പ്രതീക്ഷിക്കേണ്ടുന്നത് ഓഡ് വൺ ഔട്ട്, അതുപോലെ തന്നെ കാറ്റഗറൈസേഷൻ പോലുള്ള MCQs ആണ്. 1, 2, 3 ശരിയാണ്, 1 മാത്രമേ ശരിയുള്ളൂ എന്നുള്ള ഉത്തരങ്ങളുണ്ടല്ലോ. അപ്പം ഇതിൽ ഇപ്പം ഇദ്ദേഹം നാഷണൽ യൂണിറ്റിയെ പറ്റിയും ഇൻ്റഗ്രേഷനെ പറ്റിയിട്ടും പറഞ്ഞിരിക്കുന്ന പുസ്തകം ഏതാണ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ചൂസ് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്തോറും എക്സാംസ് ടഫായി വരും. അപ്പം നമ്മൾ MCQs ഭാവനയിൽ കാണുക തന്നെ വേണം, അല്ലാണ്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഉള്ള ട്രഡീഷണൽ മെത്തേഡ്സൊക്കെ മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് പോലുള്ള എക്സാംസിലുള്ള MCQs ആണ് നമ്മൾ ഒരു മാതൃകയായിട്ട് അവലംബിക്കേണ്ടത്. അല്ലാതെ പ്രീവിയസ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ there are 5 sources of danger for national unity. നാഷണൽ യൂണിറ്റിയെ ഇല്ലാതാക്കുന്ന 5 അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇത്തരം പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് വളരെ കോൺട്രവേഴ്സിയലാണ്. ഫസ്റ്റ് വൺ ഷെഡ്യൂൾ കാസ്റ്റുകൾ, അതുപോലെ ഷെഡ്യൂൾ ട്രൈബ്സ്,
backward classes, Muslims as a religious minority groups, the linguistic minorities. ഇത്തരം വിഭാഗങ്ങളെല്ലാം തന്നെ നാഷണൽ യൂണിറ്റിയെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത് ഇന്നത്തെ ഒരു സിനാരിയോയിൽ വളരെയധികം കോൺട്രവേഴ്സിയലാണ്. എന്നിരുന്നാലും അദ്ദേഹം എഴുതിയിട്ടുള്ള 5 ഡേഞ്ചേഴ്സാണ് കേട്ടോ ഇതൊക്കെ. അക്കോർഡിംഗ് ടു ഗുരെ, society is not just an aggregation of isolated individuals, but that group life which provides the bridge between the individual and the society. An individual acquires social attributes and it socializes through groups. He is concerned with Hindu culture. Tension in the process of integration of India today, because the various group of people have failed to transcend their narrow group loyalties, role of language in the process of nation building in India. Regional languages ensures the unity of territory at the local level and all effort should be മെയ്ഡ് ടു ഇംപ്രൂവ്. ഇതൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നാഷണൽ യൂണിറ്റിയെ പറ്റിയിട്ടും ഇൻ്റഗ്രേഷനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്രിറ്റിസിസംസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നീട്. അപ്പം നമ്മളതിനെയൊന്നും പറയുന്നില്ല. ആക്ച്വലി ദീസ് ആർ ഓൾ അബൌട്ട് GS ഗുരെ. GS ഗുരേനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുക. ഇലാബറേറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് ആവശ്യമുള്ളവർ ചെയ്യാം. ഓക്കെ, ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ഒരു എന്താ പറയുക ക്രോഡീകരണം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത തിയറിസ്റ്റുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.